Hello students, അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് പ്രോബ്ലംസ് കൂടി നോക്കാം. Find dy by dx where y is equal to log mod tan hx by 2. dy by dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d by dx of this one. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലോഗ് വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 by tan hx by 2 into d by dx of tan hx by 2. That is w equal to tan hx by 2 എന്നെടുത്തു. d by dx of log w എന്ന് പറഞ്ഞാൽ 1 by w into dw by dx. ആദ്യം ലോഗിൻ്റെ ഡെറിവേറ്റീവ് പിന്നെ ഡെറിവേറ്റീവ് ഓഫ് tan hx by 2. അപ്പോൾ ഇവിടെ 1 by tan hx by 2 into tan hxൻ്റെ ഡെറിവേറ്റീവ് sec squared h by x by 2 into x by 2ൻ്റെ ഡെറിവേറ്റീവും കൂടി വരും അല്ലേ. ഓരോന്നായിട്ട് ബോക്സ് ആയിട്ട് ഓപ്പൺ ചെയ്താണല്ലോ നമ്മൾ ചെയിൻ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 1 by 2 കൂടി വരും അവിടെ. അപ്പോൾ അത് ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് sec h squared x by 2 ഇവിടെ ഉണ്ട്, tan hx by 2 ഉണ്ട്. അപ്പോൾ ഒരു tan hx by 2 sec h squared x by 2നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1 by tan h squared x by 2 എന്ന് എഴുതാം അല്ലേ. വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഈ 1 by tan hx by 2നെ നമുക്ക് sec അല്ല, tan hx by 2 1 by tan hx by 2നെ നമുക്ക് cos by sin എന്ന് എഴുതാം. secനെ നമുക്ക് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇവിടെ നമുക്കിതിനെ sec h squared x by 2നെ നമുക്ക് 1 by cos h squared x by 2 എന്ന് എഴുതാം. സൈനിനെ നമുക്ക് ടാനിനെ നമുക്ക് സൈൻ ബൈ കോസ് എഴുതാം. അപ്പോൾ ഒരു കോസ് വെട്ടിപ്പോയിട്ട് ബാക്കി ഉണ്ടാവും അവിടെ സൈൻ എച്ച് എക്സ് ബൈ 2ഉം കോസ് എച്ച് എക്സ് ബൈ 2 ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 1 by 2 ബാലൻസ് ഉണ്ട്, ആ 1 by 2 ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ 1 by 2ൻ്റെ 2 sin h x by 2 cos h x by 2 ആകുമ്പോൾ 1 by sin h x എന്ന് വരും അല്ലേ. ഇത് 2 sin h 2x 2 എന്നാണ് 2 ഇൻറ്റു ഇവിടെ ഉള്ളത് എന്നാണ് വരേണ്ടത്. അപ്പോൾ അത് sin h x ആണ് വരിക. ഇവിടെ x by 2 ആയതുകൊണ്ട് ഇവിടെ sin h x ആണ് വരിക. അപ്പോൾ cosec h x എന്ന് കിട്ടും. മനസ്സിലായില്ലേ? tan h x by 2നെ sin by cos എഴുതാം. secനെ നമുക്ക് 1 by cos സ്ക്വയർ എഴുതാം. ഒരു കോസ് വെട്ടിപ്പോവും, ബാക്കി ഈ 1 by 2 കൂടി ചേർത്തിട്ടാണ് ഇത് കിട്ടുക. ഇതിന് ഐഡന്റിറ്റി യൂസ് ചെയ്ത് sin h x എന്ന് എഴുതാം. ദാറ്റ് ഈസ് cosec h x കിട്ടും. അടുത്തത് ഇവാലുവേറ്റ് d by dx ഓഫ് tan h റൂട്ട് ഓഫ് 1 plus x സ്ക്വയർ. അത് ഈ പറഞ്ഞ കണക്കിന് തന്നെ സീക്കിൻ്റെ ടാനിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതുക, പിന്നെ d by dx ഓഫ് റൂട്ട് ഓഫ് 1 plus x സ്ക്വയർ എഴുതുക. അറിയാവുന്ന കേസല്ലേ, അത് ബാക്കി അങ്ങോട്ട് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ബാക്കി ചെയ്യാനായിട്ട് പറ്റും. ഡെറിവേറ്റീവ് എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ 2 ഇൻറ്റു എന്ന് ഇവിടെയും കാണും, ഇവിടെ 2 ഇൻറ്റു എന്നും കാണും. അത് വെട്ടിക്കളഞ്ഞിട്ടാണ് കേട്ടോ എഴുതിക്കുന്നത്. നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തുക. ഓക്കെ, അടുത്തത് ആൻറ്റി ഡിഫറൻസിയേഷൻ ഫോമുലാസ്, അതായത് ഇൻ്റഗ്രേഷൻ്റെ ഫോമുലാസ് ആണ് വരുന്നത്. ഇൻ്റഗ്രൽ സൈൻ എച്ച് എക്സ് ഡി എക്സ് ഈക്വൽ ടു കോസ് എച്ച് എക്സ് പ്ലസ് സി, ഇൻ്റഗ്രൽ കോസ് എച്ച് എക്സ് ഡി എക്സ് ഈക്വൽ ടു സൈൻ എച്ച് എക്സ് പ്ലസ് സി, ഇൻ്റഗ്രൽ സീക്ക് എച്ച് സ്ക്വയർഡ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ടാൻ എച്ച് എക്സ് പ്ലസ് സി, integral cosec h squared x dx equal to minus cot h x plus c, integral sec h x tan h x equal to minus sec h x plus c, integral cosec h x cot h x equal to minus cosec h x plus c. അപ്പോൾ അത് നിങ്ങൾ ഫോമുലാസ് ബൈ ഹാർട്ട് തന്നെ വേണം. ട്രിഗ്നോമെട്രിക്ക് പഠിച്ചപ്പോൾ ഫോമുലാസ് പഠിച്ച പോലെ തന്നെ ഫോമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. എന്നാലാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ കോട്ട് എച്ച് 5x dx. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ കോട്ട് എച്ച് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം, കോസ് എച്ച് എക്സ് 5x ബൈ സൈൻ എച്ച് 5x എന്ന് എഴുതാം അല്ലേ. അപ്പോൾ പുട്ട് യൂസ് ഈക്വൽ ടു സൈൻ എച്ച് 5x, കാരണം സൈൻ്റെ ഡെറിവേറ്റീവായ കോസ് അല്ലേ മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും, ട്രിഗണോമെട്രിക്കൽ ചെയ്യാറുള്ള പോലെ തന്നെ. പുട്ട് യൂസ് ഈക്വൽ ടു സൈൻ എച്ച് 5x. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്ത് വരും, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് 5x അല്ലേ, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 5x. അപ്പോൾ ഒരു ഇൻറ്റു 5ഉം കൂടി വരും. അപ്പോൾ 5 കോസ് എച്ച് എക്സ് എന്ന് കിട്ടും ഡി യു ബൈ ഡി എക്സ്. അതിൽ നിന്ന് ഡി യു ഈക്വൽ ടു കോസ് എച്ച് 5x ഡി എക്സ് എന്ന് വരും. കോസ് എച്ച് 5x ഡി എക്സ് എന്ന് വരും. ഡി യു ഇൻറ്റു 5ഉം കൂടി വരും അല്ലേ. ഡി യു ബൈ 5, ഇവിടെ ഒരു 5 ഉണ്ടായിരുന്നില്ലേ, കോസ് എച്ച് 5x ഉണ്ട് കേട്ടോ. 5 ഇൻറ്റു കോസ് എച്ച് 5x എന്നുണ്ട്. ഇവിടെ ഒരു 5 എഴുതാൻ മറക്കരുതേ.
പിന്നെ ഈ 5നെ ഇങ്ങോട്ട് എടുക്കുക, ഡി എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പൊ du/5 ഈക്വൽ ടു cos h5x dx എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഒരു 5 ഇവിടെ എഴുതാൻ മറക്കരുത്. അതുപോലെ ഈ 5നെ ഇപ്പുറത്തേക്ക് ഇവിടെ എഴുതിയിട്ടില്ല, ഇവിടെ ഇത് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും du/5 എന്നുണ്ട് കേട്ടോ, അതും മറക്കാണ്ട് എഴുതാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇന്റഗ്രൽ cot h5x dx ഈക്വൽ ടു ഇന്റഗ്രൽ cos h5x ബൈ sin h5x dx എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/5 ഇൻറ്റു du/5 1/5 ആണ് ഇവിടെ ഔട്ട് സൈഡ് എടുത്തിരിക്കുന്നത്. 1/5 ഇൻറ്റു ഇന്റഗ്രൽ du ഡിവൈഡഡ് ബൈ sin hxന് പകരം u കൊടുക്കുക. അപ്പൊ എന്ത് വരും? 1/5 ln u പ്ലസ് സി എന്ന് വരും. 1/5 ln u പ്ലസ് സി വരും. അപ്പോൾ യുവിന് അതിന്റെ പ്ലേസിൽ sin h5x കൊടുക്കുക. ആൻസറായി. സാധാരണ ട്രിഗണോമെട്രിക്കൽ ചെയ്യാറുള്ള പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. ഓക്കെ, അടുത്തത് evaluate integral 4 cos h 3x minus ln 2 dx. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പുട്ട് u is equal to 3x minus ln 2. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെ ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാം. കോസിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം. അപ്പോൾ ഈ ഭാഗത്തിന് മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട് u is equal to 3x minus ln 2. എന്നിട്ട് എന്ത് ചെയ്യുക? ഡി യു കാൽക്കുലേറ്റ് ചെയ്യുക. ഡി യു ഈക്വൽ ടു അല്ലെങ്കിൽ du/dx കാൽക്കുലേറ്റ് ചെയ്യുക. du/dx ഈക്വൽ ടു 3 ഇന്ന് കിട്ടും, 3 ഇന്ന് കിട്ടും. ln 2ന്റെ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയി പോവും, ln 2ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോവും. പിന്നെ du/dx ഈക്വൽ ടു 3 എന്നുള്ളതിന് dxന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ du ഈക്വൽ ടു 3dx എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ dx മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഈ 3യെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ du/3 എന്ന് കിട്ടും. ഓക്കെ, du/3 ഈക്വൽ ടു dx. അപ്പോൾ 4 cos h 3x മൈനസ് ln 2 dx എന്നുള്ളിടത്ത് 4 ഇൻറ്റു cos h u, പിന്നെ dxന്റെ പ്ലേസിൽ du/3 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ 3 ഇപ്പുറത്തേക്ക് എടുക്കുക, അറിയാലോ. അപ്പോൾ 4/3 sin h u പ്ലസ് സി. u പാടില്ല, എക്സിലായിരിക്കണം ഉത്തരം. അപ്പോൾ അവിടെ എക്സിന്റെ യുവിന് അതിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ ഏകദേശം ട്രിഗണോമെട്രിയുടെ പോലെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോണത്. മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ 2 പ്രോബ്ലം കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. അടുത്തത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ sin h സ്ക്വയേർഡ് എക്സ് ഡി എക്സ്. അപ്പോൾ sin h സ്ക്വയേർഡ് എക്സ് ഡി എക്സിന് നമ്മൾ ട്രിഗണോമെട്രിക് ആണെങ്കിലും നമ്മൾ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ അതിന് അതിന്റെ ഓൾട്ടർനേറ്റീവ് ഫോർമുലയായ cos h 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 dx എന്നുള്ളത് കൊടുക്കാം. 1/2 പുറത്തെടുത്താൽ ഇന്റഗ്രൽ cos h 2x മൈനസ് 1 dx, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു cos h 2xന്റെ ഇന്റഗ്രൽ sin h 2x പിന്നെ ഒരു ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ, മൈനസ് 1ന്റെ ഇന്റഗ്രൽ എക്സ് വരും. അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഈ /2 വരെ നിങ്ങൾക്ക് അറിയാലോ, ഈ 2xന് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് ചെയ്തിട്ടാണ് ഈ /2 വരുന്നത്. അതറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to ln to 4 e raised to x sin hx dx. അപ്പോൾ ഇതിന് നമുക്ക് 4 into e raised to x sin hxന് നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കൊടുക്കാം. അപ്പോൾ ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ e raised to x മൈനസ് e raised to minus x by 2 എന്ന് വരും. അപ്പോൾ ഇന്റഗ്രൽ 0 to ln 2 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ ഒരു 2 വരും, ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ബ്രാക്കറ്റ് വേണം കേട്ടോ, ശരിക്കും ബ്രാക്കറ്റ് ഇടണം, എന്നാലാണ് ശരിയാവുള്ളൂ. അപ്പോൾ 2 e raised to 2x വരും. പിന്നെ ഇത് e raised to x ഇൻറ്റു e raised to minus x ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോയിട്ട് 1 വരും. അപ്പോൾ ഒരു -2 ആണ് അവിടെ ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2 ഇൻറ്റു e raised to 2x ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ ആ 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ e raised to 2x മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ 2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x വരും. സോ e raised to 2x മൈനസ് 2x വിത്തിൻ ദ ലിമിറ്റ് 0 to ln 2. അപ്പോൾ അതിന് നമുക്ക് e raised to 2 ln 2 മൈനസ് 2 ln 2 എന്ന് എഴുതാം. മൈനസ് അടുത്തത് 0 കൊടുക്കുമ്പോൾ e raised to 0 1 ആവും, ബാക്കി 0 വരും. അപ്പോൾ ഇതിന് നമുക്ക് e raised to ln 2 സ്ക്വയർ ദാറ്റ് ഈസ് e raised to ln 4 എന്ന് എഴുതാം. ഇതിന് നമുക്ക് 2 ln 2 വേണമെങ്കിൽ അതിന് ln 4 എന്ന് എഴുതാം, മൈനസ് 1. അപ്പോൾ ഇയും എല്ലും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇയും ലോഗും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 4 ഉണ്ടാവും. ഇവിടെ 2 ln 2 അല്ലെങ്കിൽ ln 4 എന്ന് എഴുതാം, മൈനസ് 1. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ നോക്കി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക.
ഓക്കെ, എളുപ്പമല്ലേ? അടുത്തത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to ln10 ഫോർ സൈൻ എച്ച് സ്ക്വയേർഡ് x/2. അപ്പോൾ ഈ സൈൻ എച്ച് സ്ക്വയേർഡ് x/2ന് നമുക്ക് ഇൻ്റഗ്രൽ 0 to ln10 4 ടൈംസ് സൈൻ എച്ച് സ്ക്വയേർഡ് x/2ന് നമുക്ക് നേരത്തെ ഫോർമുല തന്നെ ഈ സൈൻ എച്ച് സ്ക്വയേർഡ് എക്സിൽ കോസ് എച്ച് 2x മൈനസ് 1/2 എന്നായിരുന്നു. ഇവിടെ കറസ്പോണ്ടിങ്ങിൽ x/2 ആകുമ്പോൾ ഇവിടെയും കറസ്പോണ്ടിങ്ങിൽ x/2 വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ഫോർമുല എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 കോസ് എച്ച് 2x എന്നുള്ളത് ഇവിടെ x/2 ആയതുകൊണ്ട് കോസ് എച്ച് എക്സേ വരുള്ളൂ. -1 ഇവിടെ ഉള്ളതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരാറ്. അപ്പോൾ ഇവിടെ കോസ് എച്ച് എക്സ് മൈനസ് 1/2 dx. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു 2 വരും. ആ 2 ഇവിടെ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ln10 കോസ് എച്ച് എക്സ് മൈനസ് 1 dx. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് കോസ് എച്ച് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എച്ച് എക്സ് മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോൾ ഇത് ആക്ച്വലി എക്സ് ആണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് 4 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to ln10 കോസ് എച്ച് എക്സ് മൈനസ് 1 dx. അപ്പോൾ 2 ടൈംസ് സൈൻ എച്ച് എക്സ് മൈനസ് 2 വിത്തിൻ ദ ലിമിറ്റ് 0 to ln10. അപ്പോൾ 2 ടൈംസ് സൈൻ എച്ച് ln10 മൈനസ് 2 വരും. പിന്നെ 0 കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് സൈൻ എച്ച് 0 ആണ് അല്ലേ. അപ്പോൾ അത് 0 ആയിപ്പോയി. പിന്നെ ഒരു 2 വരും. മൈനസ് ഓഫ് -2 ഒരു +2 വരും. എന്നിട്ട് അത് കാൽക്കുലേറ്ററിൽ ഇത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ പിന്നെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 9.9 99/10 എന്ന് പറഞ്ഞാൽ 9.9 ആൻസർ കിട്ടും സാധാരണ. അപ്പോൾ ഈ ചാപ്റ്റർ ആ ഒരു 2 ഡെഫിനേഷൻസും കുറച്ച് ഐഡൻറ്റിറ്റീസിലുള്ള വ്യത്യാസവും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ട്രിഗണോമെട്രിക് ഫംഗ്ഷനായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് എടുത്തു പോയത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പക്ഷേ ഇതിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എക്സസൈസിൽ അതുപോലെ ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത പോലത്തെ കുറേ അധികം ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. എല്ലാ സെക്ഷനിൽ നിന്നും ഒരു 3-4 പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഡിഫറൻസിയേഷൻ്റെയും ഇൻ്റഗ്രേഷൻ്റെയും എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.